വയനാട് കളക്ടറുടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള കളക്ഷൻ സെൻറ്ററിലാണ് ഞങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ആ ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള സാഹചര്യം നമ്മൾ പലപ്പോഴായി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് സാധനങ്ങൾ കൊടുത്തയക്കുമ്പോൾ അത് മിസ്പ്ലേസ്ഡ് ആയി പോവുക, അതുപോലെ തന്നെ അത് കേടുവന്ന് പോവുക, അത് ആവശ്യക്കാർക്ക് എത്താതിരിക്കുക തുടങ്ങിയ പരാതികളെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കിയപ്പോൾ അടുത്ത ദിവസം തന്നെ അവിടെ ഒരു ദുരിതാശ്വാസ ക്യാമ്പുകളും അതുപോലെ തന്നെ കളക്ഷൻ സെൻ്ററും ആരംഭിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ വയനാട് കളക്ടറുമായി കളക്ടറേറ്റുമായി ബന്ധപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് അവർ പറഞ്ഞു. നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ട് പോന്നോളാനാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നത്. അവിടെ ചെന്ന് അവിടുത്തെ എൻ്റയർ സ്റ്റോക്ക്, അവിടെ വലിയ കളക്ഷൻ സെൻ്ററിലേക്ക് വരുന്ന പല സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ പല ജില്ലകളിൽ നിന്നും പല ആളുകളിൽ നിന്നും എല്ലാം വരുന്ന സ്റ്റോക്ക് കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യുന്ന ഒരു ഇൻവെൻ്ററി സോഫ്റ്റ്വെയറാണ്, ഇൻവെൻ്ററി മാനേജ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറാണ് ഞങ്ങളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഞങ്ങളുടെ ഒരു 5 പേരുടെ ടീമാണ് ഇവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയത്. 31-ാം തീയതി ഉച്ചയ്ക്കാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. 31-ാം തീയതി ഉച്ചയ്ക്ക് പോയി രാത്രി ആകുമ്പോഴേക്കും ഞങ്ങൾ അതിൻ്റെ ഇവിടുന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പോയി. പിറ്റേ ദിവസം രാവിലെ മുതൽ ഈ ഇൻവെൻ്ററി കംപ്ലീറ്റ്ലി മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നിലവിൽ ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകൾ സാധനങ്ങളുമായി വരും, ലോറിയിലോ അല്ലെങ്കിൽ വലിയ വണ്ടികളിലെല്ലാം വരുന്ന ആ ഒരു ലിസ്റ്റ് നമ്മൾക്ക് തന്നു കഴിഞ്ഞാൽ ആ ലിസ്റ്റ് നമ്മളിവിടെ ഇൻവെൻ്ററിക്കകത്ത് എൻ്റർ ചെയ്യും. അത് ഞങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്, ഞങ്ങൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് ശേഷം അതിൻ്റെ ട്രെയിനിങ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ബന്ധപ്പെട്ട സ്റ്റാഫുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ തന്നെ ആളുകൾക്ക് സ്റ്റോക്ക് എന്താണെന്നുള്ളത് കാണാം. അപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മളുടെ ദുരിതാശ്വാസ ഫണ്ട് പോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ട് ഈ സാധനം ആളുകൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് അവരുടെ ജോലി ഏറ്റവും എളുപ്പമാക്കുക എന്നുള്ളതാണ് നമ്മളുടെ രണ്ടാമത്തെ ടാർഗറ്റ്. മൂന്നാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവിടെ ക്യാമ്പ് സെൻറ്ററുകൾ, കളക്ഷൻ സെൻറ്ററിൽ എത്തിയ സാധനങ്ങൾ കൃത്യമായിട്ട് ക്യാമ്പുകളിലേക്ക് എത്തിക്കുക. അത് ക്യാമ്പുകളിൽ എന്തൊക്കെ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട് എന്നുള്ള റിക്വസ്റ്റ് അവിടുന്ന് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇവിടെ അറിഞ്ഞ് അതിൻ്റെ സ്റ്റോക്ക് നോക്കി അത് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ കളക്ഷൻ സെൻറ്ററിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ളത് നമ്മുടെ ക്യാമ്പുകളുടെ കോർഡിനേറ്റർമാർ, റവന്യൂ ഉദ്യോഗസ്ഥരാണ്, അവരുടെ കോർഡിനേറ്റർമാർക്ക് കൃത്യമായിട്ട് ലഭിക്കും. അപ്പോൾ ഇതുവഴി നമുക്ക് സെൻറ്ററുകളിൽ സാധനങ്ങൾ ഇരിക്കുന്നില്ല എന്നും അതുപോലെ ക്യാമ്പുകളിൽ അത്യാവശ്യം സാധനങ്ങൾ ഉണ്ടെന്നും ഉറപ്പാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ആ വർക്കാണ് ഇപ്പോൾ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റയർ പ്രോസസ്സ് നമ്മളുടെ ERP വഴിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങളിവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ERPയിൽ ഇൻവെൻ്ററി എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കി എല്ലാ റിപ്പോർട്ടുകളും പബ്ലിക്കിന് ഒരു റിപ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പബ്ലിക്കിന് ഏറ്റവും വലിയ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇവിടെ അവർ എന്തൊക്കെയാണ് കുറവുള്ളത്, അർജൻറ്റായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഐറ്റംസ്, എന്തൊക്കെയാണ് കൂടുതൽ സ്റ്റോക്കുള്ള ഐറ്റംസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പബ്ലിക്കിന് ഒരു 4 URL വഴി നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ 4 റിപ്പോർട്ടുകളാണ് പബ്ലിക്കിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ സ്റ്റോക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് CMDRF പോലെ ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ട് ഒരു സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ സ്റ്റോക്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് അവർക്ക് കാണാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളൊരു 5 പേരുടെ ടീമാണ് ഇതിനു വേണ്ടി വയനാട് വന്നിരിക്കുന്നത്. ഞങ്ങളത് ഇംപ്ലിമെൻറ്റേഷന് ശേഷം നമ്മളിവിടെ അവരുടെ സഹായം എത്ര ദിവസം വേണം അതുവരെ തുടർന്നിട്ട് തിരിച്ചു പോകാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്.